LDF കോട്ടയെന്ന് നിസ്സംശയം പറയാവുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. 96 മുതൽ അവിടെ LDF സ്ഥാനാർത്ഥി മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആകെ 4 തവണ മാത്രമാണ് LDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിട്ടുള്ളത്. MP രാജേഷാണ് കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മികച്ച പാർലമെൻറ്റേറിയൻ എന്ന പേരെടുത്തിട്ടുള്ള രാജേഷിന് കാര്യമായ ഭീഷണികൾ മണ്ഡലത്തിലില്ല. പക്ഷേ കോൺഗ്രസിനാണ് ഇക്കുറി പാലക്കാട് സീറ്റ് ലഭിക്കുക. 2009 സതീശൻ പാച്ചേനിയായിരുന്നു MP രാജേഷിൻ്റെ എതിരാളി. അന്ന് കടുത്ത പോരാട്ടമാണ് സതീശൻ പാച്ചേനി MP രാജേഷിനെതിരെ ഉയർത്തിയത്. ഇക്കുറി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കെ അത്തരത്തിലുള്ളൊരു കടുത്ത മത്സരച്ചൂടിലേക്കാണ് പാലക്കാട് മണ്ഡലം പോകുന്നത്. ആയിരത്തി 1957-ലും 62-ലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ P. കുഞ്ഞൻ, 67-ൽ EK നായനാർ, 72-ൽ AKG. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ പാദമുദ്രകളുണ്ട്. എന്നാൽ ആദ്യത്തെ തിരിച്ചടി നേരിട്ടത് 1977-ലാണ്. CPM-ൻ്റെ T. ശിവദാസ മേനോനെ 14,000 വോട്ടിന് തോൽപ്പിച്ചാണ് സുന്ന സാഹിബ് മണ്ഡലം പിടിച്ചെടുത്തത്. 80-ലും 84-ലും VS വിജയരാഘവനിലൂടെ മണ്ഡലം കോൺഗ്രസ് നിലനിർത്തി. 89-ൽ ചെറുബാല്യക്കാരനായ A. വിജയരാഘവൻ VS വിജയരാഘവനെ മലർത്തിയിടിച്ച് മണ്ഡലം തിരിച്ചുപിടിച്ചു. എന്നാൽ 91-ൽ വീണ്ടും VS വിജയരാഘവൻ ജയിച്ചു കയറി. 96-ൽ NN കൃഷ്ണദാസ് പാലക്കാട് തിരിച്ചുപിടിച്ച ശേഷം പിന്നീട് നടന്ന 3 തെരഞ്ഞെടുപ്പിലും കൃഷ്ണദാസ് തന്നെയായിരുന്നു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 2009-ൽ DYFI നേതാവായിരുന്ന MP രാജേഷിന് കനത്ത വെല്ലുവിളി ഉയർത്തി കോൺഗ്രസിലെ സതീശൻ പാച്ചേനി. 1800 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് MP രാജേഷ് ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയത്. 2014-ൽ പക്ഷേ MP വീരേന്ദ്രകുമാറിനെ പോലെ ഒരു സീനിയർ നേതാവ് എതിരാളിയായിട്ടും MP രാജേഷ് 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിന് ആധികാരിക വിജയം നേടി. 3ാം വട്ടവും രാജേഷിനെ തന്നെയാണ് CPM രംഗത്തിറക്കുന്നത്. 2014-ൽ ഉള്ള മത്സരത്തിൻ്റെ സാഹചര്യമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുക. 2009-ലെ തെരഞ്ഞെടുപ്പിൽ രാജേഷ് സ്ഥാനാർത്ഥിയായിട്ട് ആദ്യം വരുന്ന ഒരു സ്ഥിതിയാണ്. പിന്നെ അതേവരെ നിലനിന്ന കോൺഗ്രസിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്, അതുപോലെ കേരളത്തിൽ UDF-ൻ്റെ ഗവൺമെൻറ്, ഇത്തരം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2014 കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്, ഇവിടെ UDF-ആണ് ഭരണത്തിലുള്ളത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് 2014-ലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷെ 5 കൊല്ലം കൊണ്ട് പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തെ തെളിയിക്കാൻ സാധിച്ചു. രാജേഷിനെ സംബന്ധിച്ച് MP എന്ന നിലയിൽ ട്രാക്ക് റെക്കോർഡ് വളരെ മികച്ചതാണ്. 2009-ൽ കേവലം 4 സീറ്റിൽ മാത്രം ഒതുങ്ങിപ്പോയ LDF-ൻ്റെ ഒരു സീറ്റ് നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും നേടിയ രാജേഷ് മികച്ച പാർലമെൻറ്റേറിയൻ എന്ന പേര് ദേശീയ തലത്തിൽ നേടിയെടുത്തു. പാർലമെന്റിൽ 228 ചർച്ചകളിലാണ് രാജേഷ് പങ്കെടുത്തിട്ടുള്ളത്. ദേശീയ ശരാശരിയേക്കാൾ 4 ഇരട്ടി, സംസ്ഥാന ശരാശരിയേക്കാൾ 2 ഇരട്ടി. 84% രാജേഷിന്റെ ലോക്സഭയിലെ ഹാജർ നില. പാർലമെന്റിലെ പ്രകടനം തന്നെയാണ്. കാരണം തെരഞ്ഞെടുത്തയച്ചത് ജനങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ സംസാരിക്കാൻ, നിയമനിർമ്മാണങ്ങളിൽ ഇടപെടാൻ, ജനകീയ പ്രശ്നങ്ങൾ ഉയർത്താനാണ്. അത് അങ്ങേയറ്റം ഫലപ്രദമായി നിർവഹിച്ചു എന്ന് കണക്കുകൾ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിലും രാജേഷിന് എണ്ണിപ്പറയാൻ ഏറെയുണ്ട്. പാലക്കാട് IIT തന്നെ മികച്ച ഉദാഹരണം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറെയുള്ള പാലക്കാട് മണ്ഡലത്തിൽ സ്വകാര്യവൽക്കരണ നീക്കങ്ങൾക്കെതിരെ പോരാടിയ ചരിത്രമാണ് ലോക്സഭയിൽ രാജേഷിനുള്ളത്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ജനങ്ങളുടെ മുമ്പിൽ. അതിൽ MP ഫണ്ട് വിനിയോഗത്തിൽ ഇപ്പോൾ 99.06%. സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും മാർച്ച് 31 കഴിയുമ്പോഴേക്കും നിലവിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ കൂടി ബില്ലുകൾ കൊടുക്കുമ്പോഴേക്കും 100%-ലധികമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായൊരു മുൻഗണനയുടെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കിയിട്ടുള്ളത്. അതിൽ പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, പിന്നെ സ്പോർട്സ്, അതുപോലെ കൾച്ചർ, പിന്നെ സ്ത്രീകളുടെ ക്ഷേമം, ഭിന്നശേഷിക്കാർ, അംഗപരിമിതർ ഇവർക്കുള്ള ക്ഷേമ പദ്ധതികൾ, ഇതിന് വളരെ കൃത്യമായ പ്രയോറിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്.
അത് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വസ്തുതകളുടെ രേഖകളുടെ എല്ലാം പിൻബലത്തിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. രാജേഷിന് ഈസി വാക്ക് ഓവർ ലഭിക്കാവുന്ന സാഹചര്യമാണ് പാലക്കാട് ഉള്ളത് എന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാം. എന്നാൽ കടുത്ത പോരാട്ടം മണ്ഡലത്തിൽ ഉണ്ടാവുമെന്ന് ഇക്കുറി ഉറപ്പാണ്. കാരണം ഇക്കുറി കോൺഗ്രസിനാണ് UDFൽ പാലക്കാട് സീറ്റ് ലഭിച്ചിട്ടുള്ളത്. 2009 സതീശൻ പാച്ചേനി മത്സരിച്ചപ്പോഴുണ്ടായ അനുഭവം ഓർമ്മയുണ്ടാവും LDFന്. 2009 അടുത്ത കാലത്തൊന്നും അനുഭവിക്കാത്ത ഒരു അത്രയും വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി, അതായത് സ്വന്തം പാർട്ടിയിലെ വിഭാഗീയത ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് രാജേഷ് വന്നത്. അന്ന് രാജേഷ് ഇവിടെ മത്സരത്തിന് അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലത്തെ ഒന്നുമല്ല എന്ന് വേണമെങ്കിൽ പറയാം. 1820 വോട്ടിനാണ് അവസാനം ജയിച്ചു പോയത്. ഞാൻ ഓർക്കാണ് അന്ന് ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന VS അച്യുതാനന്ദൻ രാജേഷിൻ്റെ പേര് പോലും അന്ന് പറഞ്ഞിരുന്നില്ല. 2019 തുടർച്ചയായിട്ട് 3-ാം വട്ടം മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഒറ്റ നോട്ടത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല തോന്നും. പക്ഷെ നോക്കുമ്പോൾ രാജേഷിനും ചില കാര്യങ്ങൾ അതിജീവിക്കാനുണ്ട്. ഇപ്പം നമുക്കറിയാൻ പറ്റും, ഒരു ഷൊർണൂർ MLA PK ശശി അകപ്പെട്ട ഒരു ആരോപണം. ആ ആരോപണത്തിൽ ശശിക്കെതിരെ നിലകൊണ്ടു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതികൾ രാജേഷിനെതിരെ ഉണ്ട്. PK ശശിക്കെതിരെ ഏറ്റവും ശക്തമായ നടപടിയാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. ഒരിക്കലും പാർട്ടി സംരക്ഷിക്കാൻ നോക്കിയിട്ടില്ല. പാർട്ടി പരാതി കിട്ടിയ അന്ന് തന്നെ പാർട്ടിയുടെ നല്ല രീതി അനുസരിച്ച്, സംഘടനാ രീതി അനുസരിച്ച് അതിൻ്റെ അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം ഓരോ ഘട്ടവും പാർട്ടി സെക്രട്ടറി പറഞ്ഞല്ലോ എങ്ങനെയൊക്കെയായിരുന്നു അന്വേഷണം. ആ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഇങ്ങനെ പരാതി കിട്ടി അന്വേഷിക്കുന്നില്ല എന്ന വാർത്ത പുറത്ത് വരുന്നതോ കൊണ്ടുവരുന്നതോ. പക്ഷേ അതിനിടയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഒരിക്കലും ആ അന്വേഷണം നടത്തി അവസാനിപ്പിക്കാനോ അതല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഗൗരവമായ തീരുമാനം എടുക്കാതിരിക്കാനോ അങ്ങനെ ഒരു ചർച്ചയും ഇവിടെ നടന്നിട്ടില്ല. സെക്രട്ടറിക്ക് ഒരു പരാതി കിട്ടി, ആ പരാതിക്കാരിയെയും പരാതിക്ക് വിധേയനായ ആളെയും വിളിച്ച് അന്വേഷണം നടത്തി, അന്വേഷണത്തിന് കമ്മീഷനെ വെച്ചു. അതെല്ലാം നടത്തേണ്ട കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ എവിടെയും പാർട്ടി ആരെയും സംരക്ഷിക്കുന്ന നിലപാട് ആദ്യം സ്വീകരിച്ചിട്ടില്ല. സാധാരണയായി രാഷ്ട്രീയ വിഷയങ്ങളാണ് പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആയുധമാകാറുള്ളത്. വികസന പ്രശ്നങ്ങൾ മുതൽ MP-യുടെ ഇടപെടലുകൾ വരെ. പക്ഷേ ഈ കുറി അല്പം വ്യത്യസ്തമാണ് കാര്യങ്ങൾ. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ BJP പൂർണ്ണമായും കോൺഗ്രസ് ഒരു പരിധിവരെയും ശബരിമല തന്നെ പ്രചാരണ വിഷയമാക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ 70% ഹൈന്ദവ വിശ്വാസികളുള്ള പാലക്കാട് മണ്ഡലത്തിൽ അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. അത് ആർക്ക് ഗുണകരമാകും ആർക്ക് ദോഷകരമാകും എന്ന് മാത്രമേ ഇനി പരിശോധിക്കേണ്ടതുള്ളൂ. കോൺഗ്രസ് വർദ്ധിതോന്മേഷത്തിലാണ്. സംഘടനാ തലത്തിലും രാഷ്ട്രീയ പ്രചാരണത്തിലും വലിയ മുന്നേറ്റം കാഴ്ചവെച്ച കോൺഗ്രസ് ഇക്കുറി ആത്മവിശ്വാസത്തിലുമാണ്. ഇതിന് ചുക്കാൻ പിടിച്ചത് VK ശ്രീകണ്ഠൻ എന്ന DCC അധ്യക്ഷനാണ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളെയും നഗരസഭകളെയും ഉൾപ്പെടുത്തി പദയാത്ര നടത്തിവരികയാണ് ശ്രീകണ്ഠൻ ഇപ്പോൾ. ഈ പൊള്ളുന്ന വെയിലത്ത് ജയ് ഹോ എന്ന പേരിൽ നടക്കുന്ന പദയാത്ര കോൺഗ്രസിന് മാത്രമല്ല UDFനാകെ വർദ്ധിത ആവേശം നൽകിയിട്ടുണ്ട്. അസംബ്ലി മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ കോൺഗ്രസിന് അത്ര ആത്മവിശ്വാസം നൽകുന്നതല്ല പാലക്കാട് മണ്ഡലത്തിന്റെ ചിത്രം. ആകെ പാലക്കാട് മാത്രമാണ് കോൺഗ്രസിനൊപ്പമുള്ള അസംബ്ലി മണ്ഡലം. മണ്ണാർക്കാട് മുസ്ലിം ലീഗും. ബാക്കി കോങ്ങാട്, മലമ്പുഴ, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങൾ LDFനൊപ്പമാണ്. ഈ വെല്ലുവിളി ഉള്ളതോടൊപ്പം തന്നെ ഉറച്ച UDF വോട്ട് ബാങ്കുകളുണ്ട് മണ്ഡലത്തിൽ എന്നതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. അല്ല, ഞങ്ങൾ 2009 1800 നിന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നില്ല. ഞങ്ങളും പൊളിറ്റിക്സിലെ മാറ്റങ്ങൾ ഞങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാൻഡിഡേറ്റ് അല്ല അവരുടെ ഇന്നത്തെ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു. അത് ശരിയായിരിക്കാം. അന്നത്തെ BJP അല്ല ഇപ്പോഴത്തെ BJP എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് അല്ല ഇപ്പോഴത്തെ. അന്നത്തേനേക്കാളും അനിവാര്യമായും കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിൽ വരണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇപ്പോൾ രാജ്യത്ത് കൂടുതൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കൂടുതൽ. അല്ല എന്ന് പറയാൻ പറ്റൂ. കേരളം BJPക്ക് അങ്ങനെ വലിയൊരു ഓഫറിങ് കൊടുത്തിട്ടുള്ളൊരു സ്റ്റേറ്റ് അല്ല. അവരെ മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അന്നത്തേതിനേക്കാളും പൊളിറ്റിക്കലി കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിൻ്റെ അനിവാര്യത ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. രാജേഷിനെതിരെ ആരാകും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് ആദ്യം VK ശ്രീകണ്ഠൻ എന്ന മറുപടിയെ കോൺഗ്രസിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഹൈക്കമാൻഡ് ഷാഫി പറമ്പിലിനോട് കൂടി മത്സരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഷാഫി പറമ്പിൽ കുതറി മാറുകയാണ്. ഷാഫി മത്സരിച്ചാൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയുണ്ട് ചില AICC നേതാക്കൾക്ക്. KPCC നൽകിയ ലിസ്റ്റിലുള്ള മറ്റൊരാൾ OBC മോർച്ച സംസ്ഥാന അധ്യക്ഷൻ സുമേഷ് അച്യുതനാണ്.
മണ്ഡലത്തിലെ വോട്ടർമാരിൽ 60% OBC വിഭാഗക്കാരാണ്. 25% മുസ്ലിം വോട്ടുകളും മണ്ഡലത്തിലുണ്ട്. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. ഷാഫി പറമ്പിൽ മത്സരിച്ചാൽ മുസ്ലിം വോട്ടുകൾ UDFന് അനുകൂലമാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. പ്രചാരണ രംഗത്ത് ഷാഫിക്കുള്ള മേൽക്കൈ, പുതിയ വോട്ടർമാരെ ആകർഷിക്കാനുള്ള കഴിവ് എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായാൽ മത്സരം കടുക്കുമെന്നാണ് UDF കരുതുന്നത്. VK ശ്രീകണ്ഠനാകട്ടെ ജയ് ഹോ എന്ന പദയാത്രയോടെ അനൌദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. അതിന് നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടൊന്നും ആരും ജയിച്ചിട്ടില്ല. പിന്നെ കോൺഗ്രസിന് അതിൻ്റേതായ സംവിധാനങ്ങളുണ്ട്. KPCC ചേർന്ന്, അതുപോലെ തന്നെ AICCയുടെ ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്, അത് കഴിഞ്ഞ് സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട്. ഹൈക്കമാൻഡാണ് അന്തിമമായിട്ട് തീരുമാനിക്കുക. പല ഘടകങ്ങളും പരിശോധിക്കാനുണ്ട്. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ BJPയാണ് 2ാം സ്ഥാനത്തെത്തിയത്. പാലക്കാട് നഗരസഭ ഭരിക്കുന്നതാകട്ടെ BJPയും. BJPയെ പാലക്കാട് നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കാനായിട്ടില്ല എന്നത് കോൺഗ്രസ് നേരിടുന്ന ഒരു ചീത്തപ്പേരാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ തുടർച്ചയായി കോൺഗ്രസ് ഭരിച്ചു വരുന്ന മുനിസിപ്പാലിറ്റിയാണ്. ഞങ്ങളൊരു ഘട്ടത്തിൽ ഭരിച്ചു എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ്. ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരിക്കലും ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. ഈ അസംബ്ലി മണ്ഡലത്തിൽ തന്നെ ഞങ്ങൾ ജയിച്ചിട്ടുള്ള ഘട്ടങ്ങളിൽ നോക്കിയാൽ ത്രികോണ മത്സരം ശക്തമായി നടക്കുമ്പോഴാണ് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്. വോട്ടിൻ്റെ കാര്യം പരിശോധിച്ചാൽ ചെറിയ വോട്ടിന് ത്രികോണ മത്സരത്തിൽ തുല്യ രീതിയിൽ മറ്റ് BJPയും കോൺഗ്രസും ഒക്കെ വോട്ട് പിടിക്കുമ്പോഴാണ് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് പരമ്പരാഗതമായി തന്നെ സ്വാധീനം കുറഞ്ഞിട്ടുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് അസംബ്ലി മണ്ഡലം. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചും അതാണ്. തുടർച്ചയായി കോൺഗ്രസ് ഭരിച്ചു വരുന്നതാണ്. ആ കോൺഗ്രസിൻ്റെ ഭരണവൈകല്യങ്ങൾ, അവരുടെ അഴിമതി, കെടുകാര്യസ്ഥത, ഇതെല്ലാം വലിയ എതിർപ്പ് കോൺഗ്രസിനെതിരെ വന്നിട്ടുണ്ട്. അതാണ് ജനങ്ങൾ അവിടെ പ്രകടിപ്പിച്ചത്. അത് സ്വാഭാവികമായിട്ടും BJPക്ക് അനുകൂലമായി വന്നു. അവരുടെ ആരോപണം പൂർണ്ണമായും തെറ്റാണ്. CPM ആണ് പലപ്പോഴായി BJPക്ക് വളരാനുള്ള സാഹചര്യം പാലക്കാട് ഉണ്ടാക്കിയിരിക്കുന്നത്. ദേശീയ തലത്തിലെ ദേശീയ മുന്നണി BJPയുമായിട്ട് കൂട്ടുകൂടിയാണ് 2 സീറ്റിൽ നിന്നും 88 സീറ്റിലേക്ക് BJPയെ വളർത്തിയത്. കേരളത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 3ാം സ്ഥാനത്താണ് CPM പോയത്. അങ്ങനെ BJPയെ പ്രതിരോധിക്കാനുള്ള ശക്തി പാലക്കാട് CPMനുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം സീറ്റ് LDFന് കേരളത്തിൽ അനുകൂലമായി കിട്ടി, ഭരണം കിട്ടി, എന്നിട്ടും പാലക്കാട് എന്തുകൊണ്ട് 3ാം സ്ഥാനത്ത് പോയി എന്ന് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം CPMൻ്റെ നേതൃത്വത്തിനാണ്. നഗരസഭയിൽ പലപ്പോഴും CPM ആണ് BJPയുമായിട്ട് ഒത്തുകളി നടത്തിയത്. ഞങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉള്ള ചെയർമാൻമാരെ, BJPയുടെ നേതാക്കന്മാരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി. വീണ്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJPക്ക് ജയിക്കാൻ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് CPMൻ്റെ 1 or 2 അംഗങ്ങൾ അവിടെ നോമിനേഷൻ കൊടുത്തു. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ BJP വരാതിരിക്കാൻ കോൺഗ്രസ്, UDFും CPMന് വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അവരുടെ നിലപാടിൽ ആത്മാർത്ഥതയില്ല. പാലക്കാട് മണ്ഡലത്തിൽ BJP ക്രമാനുഗതമായി അവരുടെ വോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. 2004 C. ഉദയഭാസ്കർ 1,47,000 വോട്ട്, അതായത് 18% വോട്ട് നേടി ഇരു മുന്നണികളെയും ഞെട്ടിച്ചു. എന്നാൽ 2009 മത്സരിച്ച CK പത്മനാഭന് ലഭിച്ചത് 68,000 വോട്ട് മാത്രമാണ്, 8.73%. ആ തെരഞ്ഞെടുപ്പിൽ സതീശൻ പാച്ചേനി മികച്ച പോരാട്ടം കാഴ്ചവെച്ചിരുന്നു. എന്നാൽ 2014 ശോഭാ സുരേന്ദ്രൻ 16% വോട്ട് നേടി. മണ്ഡലത്തിൽ BJPയുടെ മുന്നേറ്റം കോൺഗ്രസ് വോട്ടുകളിലെ ചോർച്ചയാണെന്ന് വ്യക്തമാണ്. എന്നാൽ കോൺഗ്രസിനോടുള്ള അതൃപ്തി മുതലാക്കാൻ CPMന് ആവുന്നുമില്ല. മണ്ഡലങ്ങളിലെ അഭൂതപൂർവ്വ വളർച്ചയാണ് BJPക്ക്. പാലക്കാട് മണ്ഡലത്തിലും മലമ്പുഴ മണ്ഡലത്തിലും ഒറ്റപ്പാലം മണ്ഡലത്തിലും ഞങ്ങൾ 1ാം സ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഷൊർണൂർ മണ്ഡലത്തിലും കോങ്ങാട് മണ്ഡലത്തിലും ഞങ്ങൾ അഭൂതപൂർവ്വ ഒട്ടുവാങ്ങി 2ാം സ്ഥാനത്ത് വരാറുണ്ട്. ഇന്നത്തെ സാഹചര്യമുണ്ട്. ഇത് തന്നെ ജയിക്കാനുള്ള വോട്ട് മതി. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തന്നെയാണ് BJPക്ക് ഏറെ സ്വാധീനമുള്ളത്. പോയ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തായിരുന്നു. പാലക്കാട് നഗരസഭാ ഭരണവും BJPക്കാണ്. ഇക്കുറി ശോഭാ സുരേന്ദ്രൻ തന്നെയാകും BJPയുടെ സ്ഥാനാർത്ഥി. 20%-ലധികം വോട്ട് നേടാനായാൽ BJPക്ക് അത് കാര്യമായ നേട്ടം തന്നെയാണ്. ഇവർ വിജയിക്കും എന്നുള്ള മണ്ഡലങ്ങളിൽ മാത്രമേ ഹിൻഡ് വോട്ടുകൾ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം. രണ്ടാമത് എന്തെങ്കിലും ട്രെൻഡ് ഏതെങ്കിലും രീതിയിൽ കാണിച്ചു കൊടുത്താൽ പത്തനംതിട്ട.
അവർക്ക് പോസിബിലിറ്റി ഇല്ല. വിന്നറോ അല്ലെങ്കിൽ റണ്ണറോ വരെയുള്ള സീറ്റുകളായി പറഞ്ഞു. തിരുവനന്തപുരം 1, പത്തനംതിട്ട 2, തൃശ്ശൂർ 3, പാലക്കാട് 4, ഒരു കാസർഗോഡ് വേണമെങ്കിൽ 5 അല്ലെങ്കിൽ 4.5 എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം പാലക്കാടിൻ്റെ സ്ഥിതി അതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ ഏറ്റവും ചർച്ചയാകുന്ന വികസന വിഷയം IIT-യുടേതാണ്. UPA സർക്കാരിൻ്റെ കാലത്ത് തീരുമാനിച്ചു. BJP സർക്കാരിൻ്റെ കാലത്ത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. സ്ഥലം ഏറ്റെടുത്ത് നൽകിയത് UDF സർക്കാരും LDF സർക്കാരും. നേതൃത്വം നൽകിയത് MP രാജേഷ് MP. IIT-യുടെ പിതൃത്വം ആർക്ക് എന്ന കാര്യത്തിൽ 3 മുന്നണികളും തർക്കിക്കുക സ്വാഭാവികം. രാഷ്ട്രീയ വിഷയങ്ങൾ പോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും മണ്ഡലത്തിൽ കാര്യമായ ചർച്ചയായി മാറിയിട്ടുണ്ട്. പാലക്കാട് IIT-യാണ് MP രാജേഷിന്റെ വികസന നേട്ടങ്ങളുടെ പൊൻതൂവലായി അവതരിപ്പിക്കുന്നത്. നേരത്തെ താൽക്കാലിക ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്ന IIT ഇപ്പോൾ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയിട്ടുണ്ട്. ഭൂമി മുഴുവൻ ഏറ്റെടുത്ത് നൽകിയും കഴിഞ്ഞു. ശശി തരൂർ കേന്ദ്ര മാനവവിഭവശേഷി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യയിൽ പുതിയതായിട്ട് 5 IIT-ക്ക് നിർദ്ദേശം വന്നു. ഈ BJP സർക്കാർ വന്നതിന് ശേഷമാണ് ആരംഭിച്ചതെങ്കിലും തീരുമാനമെടുത്തത് UPA സർക്കാരിൻ്റെ കാലത്താണ്. ഇന്ത്യയിൽ വന്ന 5 IIT-യിൽ 1 പാലക്കാട് വന്നു. അതിൻ്റെ അവകാശം എങ്ങനെ രാജേഷ് ഏറ്റെടുക്കും? 1 ഇനി അങ്ങനെ ഏറ്റെടുത്താൽ തന്നെ 5 വർഷമായിട്ട് ആരംഭിച്ചിട്ട് സ്വന്തമായ ഒരു കെട്ടിടം നിർമ്മിച്ച് ആ കെട്ടിടത്തിലേക്ക് ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് തുടങ്ങിയത്. ഒരു കെട്ടിടം നിർമ്മിക്കാൻ 5 വർഷം ആവശ്യമുണ്ടോ? IIT എന്ന ആവശ്യം ആദ്യം ഞാൻ എൻ്റെ MP എന്ന നിലയിൽ ആദ്യം ഉയർത്തിയ ആവശ്യമാണത്. ആദ്യം കൊടുത്ത നിവേദനം അതാണ്. 2 പ്രധാനമന്ത്രിമാരെ പലതവണ ഇതിനു വേണ്ടി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ കാലയളവിൽ വന്ന 2 കേന്ദ്രമന്ത്രിമാരെയും 2 അല്ല ചുരുങ്ങിയത് 5 or 6 മാനവവിഭവശേഷി വകുപ്പ് മന്ത്രിമാർ വന്നിട്ടുണ്ട്. അവരെ എല്ലാം കണ്ടിട്ടുണ്ട്. 2014-15 കേന്ദ്ര സർക്കാർ 5 IIT-കൾ, കോൺഗ്രസിന് ഒരു പങ്കുമില്ല. കാരണം അവർ IIT-ന് വേണ്ടാൻ തീരുമാനിച്ചവരാണ്. ശശി തരൂർ അന്ന് HRD സ്റ്റേറ്റ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ പാലക്കാട്ട് വന്നാണ് പ്രഖ്യാപിച്ചത് പുതിയ IIT-കൾ തുടങ്ങണ്ടെന്നാണ് തീരുമാനമെന്ന്. IIT വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്വീകരിച്ചത് പാലക്കാട്. പക്ഷേ ഇന്നും പൂർണ്ണമായിട്ടും അത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല. അതിന് നമ്മുടെ MP കൂടുതൽ അതിന് മുന്നോട്ട് വരണമായിരുന്നു. IIT-ക്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരണമായിരുന്നു. പക്ഷേ ഇന്നും IIT-ക്ക് പൂർണ്ണമായിട്ട് 44.35 ഏക്കർ ഇന്നും ഭൂമി ഏറ്റെടുത്ത് കൊടുത്തിട്ടില്ല. അത് 10 കർഷകരുടെ കയ്യിൽ ഇന്ന് നിൽക്കുന്നത്. അതൊന്നും പൂർണ്ണമായി ഏറ്റെടുത്ത് കൊടുത്തിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുകയെന്ന LDF-ന്റെ പ്രഖ്യാപിത നയം പാലക്കാട്ട് നടപ്പാക്കാൻ കഴിഞ്ഞത് ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിലൂടെയാണ്. പൊതുമേഖലാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഏറ്റവും ഫലപ്രദമായ വിജയം കണ്ട 5 വർഷങ്ങളായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. 2 ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ തന്നെ പറഞ്ഞു. ഒന്ന് ഇൻസ്ട്രുമെൻറ്റേഷനാണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മോദി ഗവൺമെൻറ് പൂട്ടിക്കഴിഞ്ഞു. ഇൻസ്ട്രുമെൻറ്റേഷനിൽ ഇന്ന് പൂട്ടാതെ നിൽക്കുന്ന ഒരൊറ്റ യൂണിറ്റേ ഉള്ളൂ. അത് പാലക്കാട് യൂണിറ്റാണ്. അത് പൂട്ടാതിരുന്നത് MP എന്ന നിലയിൽ ഞാൻ നടത്തിയ ശക്തവും നിർണായകവും ഫലപ്രദവുമായിട്ടുള്ള ഇടപെടലാണ്. അതുകൊണ്ടാണ് അത് പൂട്ടാതെ നിൽക്കുന്നത്. ഞാൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടുന്നയിച്ചൊരാവശ്യമായിരുന്നു കേരള സർക്കാരിന് അത് വിട്ടുകൊടുക്കുക എന്നത്. ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ കാര്യമാണ് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് പൂട്ടാൻ തീരുമാനിച്ചതാണ് BJP-യുടെ ഗവൺമെൻറ്. കേരളത്തിൽ UDF സർക്കാർ ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി വിളിച്ചു കൂട്ടിയ യോഗത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് പൂട്ടാൻ വെച്ച ഇൻസ്ട്രുമെൻറ്റേഷൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരുമ്പോഴാണ് ഇവിടെ ഇലക്ഷൻ വരുന്നത്. LDF സർക്കാർ വന്ന് 3 വർഷമായി. ഇന്ന് വരെ ആ ഇൻസ്ട്രുമെൻറ്റേഷൻ ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു MOU പോലും ഒപ്പിട്ടിട്ടില്ല. അവിടുത്തെ 100 കണക്കിന് ജീവനക്കാർ ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ്. അവരിപ്പോൾ ആകാശത്തിലുമല്ല ഭൂമിയിലും അല്ലാത്ത അവസ്ഥയാണ്. MP ഫണ്ടിന്റെ വിനിയോഗം, CSR ഫണ്ടുകളുടെ വിനിയോഗം എന്നിവ വഴി മണ്ഡലത്തിൽ വികസനത്തിന്റെ കുത്തൊഴുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞതായി MP രാജേഷ് അവകാശപ്പെടുന്നു. അതേസമയം കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഏറെക്കുറെ കേരളത്തിന് നഷ്ടമായി കഴിഞ്ഞു. ഇതിന് ഉത്തരവാദി ആരെന്ന വിവാദവും മുന്നണികൾ ഉയർത്തുന്നു. കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്ത് തറക്കല്ലിട്ട ആ കോച്ച് ഫാക്ടറിക്ക് UDF സർക്കാർ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് അക്വയർ ചെയ്ത് റെയിൽവേക്ക് കൊടുത്തു. അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്താനോ ആ കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാക്കാനോ കഴിഞ്ഞില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MP രാജേഷിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയത് UPA സർക്കാർ തറക്കല്ലിട്ട കോച്ച് ഫാക്ടറി MP രാജേഷിൻ്റെ കഴിവ് കൊണ്ട് വന്നു എന്ന് പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലം മുഴുവൻ പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. 5 വർഷം കഴിഞ്ഞു.
എവിടെയാണ് എം പി രാജേഷ് കൊണ്ടുവന്ന കോച്ച് ഫാക്ടറി എന്നിപ്പോൾ ജനങ്ങൾ ചോദിക്കുക. 1983 ഇവിടെ കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ചതാണ് പാലക്കാട്ടേക്ക്. അത് പഞ്ചാബിലേക്ക് കൊണ്ടുപോയി ഇന്ദിരാഗാന്ധി. അമേത്തിയിലേക്ക് കോച്ച് ഫാക്ടറി 2008 പാലക്കാട് ഡിവിഷൻ വിഭജിക്കുമ്പോൾ UPA വേണം. അന്ന് ലല്ലു പ്രസാദ്, അത് CPMൻ്റെ MP ആണ് കൃഷ്ണദാസ്. അപ്പോൾ ലല്ലു പ്രസാദ് ഉറപ്പ് കൊടുത്തു സേലം ഡിവിഷൻ വിഭജിക്കുമ്പോൾ പാലക്കാട്ടേക്ക് ഒരു കോച്ച് ഫാക്ടറി. 2014 വരെ UPA സർക്കാരല്ലേ, അവർക്കതിന് ഉത്തരവാദിത്വമില്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ നരേന്ദ്രമോദി പാലക്കാട്ടിൽ കോച്ച് ഫാക്ടറി തരാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കോച്ച് ഫാക്ടറിക്ക് പങ്കാളിയെ കണ്ടെത്തേണ്ടത് റെയിൽവേ ആയിരുന്നു. റെയിൽവേ 2 തവണ ബിഡ് ചെയ്തു, പങ്കാളിയെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ നോക്കിയപ്പോൾ റെയിൽവേയുടെ തലയിൽ കുറ്റമിട്ട് ചാരിയിരിക്കുകയല്ല ഞാൻ ചെയ്തത്. ഞാൻ മുൻകൈയെടുത്താണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തിയത്. അന്നത്തെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ CMD CRR വർമ്മ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അവർ തയ്യാറായി. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സബ് കമ്മിറ്റി ഡയറക്ടർ ബോർഡിൻ്റെ അപ്രൂവ് ചെയ്തു, പ്രപ്പോസൽ അപ്രൂവ് ചെയ്തു. 17 പേജുള്ള കൺസെപ്റ്റ് നോട്ടും CRR വർമ്മയുടെ ഇതിന് സന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള കത്തും അവർ നേരിട്ട് റെയിൽവേക്ക് അയച്ചു. അതിന് പുറമെ ഞാൻ നേരിട്ട് റെയിൽവേ മന്ത്രിക്ക് കൈമാറുകയും ചെയ്തതാണ്. പാർലമെൻറ്റിൽ ഉന്നയിച്ചു, റെയിൽവേ മന്ത്രി അത് സ്വാഗതം ചെയ്തു, പക്ഷേ അനങ്ങിയില്ല. ശബരിമലയിൽ മണ്ഡലകാലത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് നിർണായകമാണ്. ശബരിമല പ്രചാരണ ആയുധമാക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശമുണ്ടെങ്കിലും BJPയുടെയും ഒരു പരിധിവരെ കോൺഗ്രസിൻ്റെയും പ്രചാരണ വിഷയം അതുതന്നെയാകും. 70% ഹിന്ദു വോട്ടർമാരുള്ള മണ്ഡലത്തിൽ ശബരിമല വിഷയം സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. അതെങ്ങനെയാകും എന്ന കാര്യത്തിലേ തർക്കമുള്ളൂ. ശബരിമല ഇഷ്യൂ CPMൻ്റെ തകർച്ചയിലേക്കാണ് പോകുന്നത്. ശബരിമല സമരം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാലും ഞങ്ങളത് ആ പ്രശ്നം തന്നെ ഉന്നയിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. CPMൻ്റെ ശബരിമല ഇഷ്യൂവിലെ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും തലതിരിഞ്ഞ നിലപാട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകും. അതുകൊണ്ട് BJPക്ക് ഉറച്ച വിശ്വാസമുണ്ട് പാലക്കാട് ജയിക്കും. കണക്ക് നോക്കുമ്പോൾ LDFന് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും പാലക്കാട്ടില്ല. മികച്ച പ്രതിച്ഛായയുള്ള സിറ്റിംഗ് MPയെ തന്നെ 3ാം വട്ടവും സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് ഈ മണ്ഡലത്തിൽ ജയം ഉറപ്പാക്കാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ UDFനെ സംബന്ധിച്ച് അങ്ങനെയല്ല. 4 നൂറ്റാണ്ടിലേറെയായി കൈവിട്ടുപോയ ഈ മണ്ഡലം തിരിച്ചുപിടിക്കണമെങ്കിൽ ഇതുവരെ പയറ്റിയ തന്ത്രങ്ങളൊന്നും പോരാ, ഇതുവരെ ഇറക്കിയ സ്ഥാനാർത്ഥികളും പോരാ.